ക്യുനൈറ്റ്സ് എ അക്കാദമി ഒരു അക്കാദമി നടത്തുന്നുണ്ട്. അതിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളും എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സ്കിൽ കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു സ്കിൽ ഡെവലപ്പ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കറിയാലോ എ ഐയുടെ യുഗമാണെന്ന്. എ ഐ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെടുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഒരുപാട് ജോലികൾ ഇല്ലാതായി തീരും. ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ടാവും. ഇപ്പൊ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമുക്ക് എ ഐയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് നോളജ് ഇല്ല, അറിവില്ല എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് സ്കിൽ ഏൺ ചെയ്തിട്ട് ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവൈലബിൾ ആണ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തുക, അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളിൽ എത്തിക്കുക, അതിലൂടെ നിങ്ങൾക്കൊരു ഇൻകം എങ്ങനെ ജനറേറ്റ് ചെയ്യാം, ഇതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എ ഐ ഇൻകം ആക്സിലറേറ്റർ എന്നുള്ള പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. എ ഐ മണി മാസ്റ്റർ എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. ആർക്കും ഇന്ന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എ ഐ സ്കില്ല് പഠിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് ഫ്രീ സമയത്ത് നിങ്ങൾക്ക് ഒരു സ്കിൽ പഠിച്ചുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഇന്നുണ്ട്. വലിയ ടെക്കി ആണെന്നൊന്നുമില്ല. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങൾക്കൊരു ഓപ്പണിങ്സ് ഉണ്ടാക്കി തരിക, അതിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലൊരു ഏണിംഗ് ഓപ്പർച്യൂണിറ്റി സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കി തരാനുള്ള ലക്ഷ്യമാണ് എനിക്കുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അതിലൂടെ ഒരുപാട് സ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ വൺ ഓഫ് ദ പ്രോഗ്രാമാണ് നമ്മൾ കഴിഞ്ഞ 2 വർക്ക്ഷോപ്പിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു പ്രൊഫഷണലി എങ്ങനെ ഒരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്, എങ്ങനെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് എ ഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം. എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ആദ്യം പഠിക്കണം. അത് എങ്ങനെ ചെയ്യാം, അതിലൂടെ എന്തിനാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എന്താണ് അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആർ യു റെഡി ഫോർ ദാറ്റ്? എത്ര പേർ റെഡിയാണ്? റെഡി ആയിട്ടുള്ള ആളുകൾ ആറൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എല്ലാവരും റെസ്പോൺസ് എന്നാലേ കേട്ടോ ഞാൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പറയണമെങ്കിൽ നിങ്ങളെ റെസ്പോൺസ് വേണം. ഓക്കെ, താങ്ക് യു നിഷിത മാഡം, നിഷിത, അഞ്ജു, ഓക്കെ, സലി, യെസ്. ഓക്കെ, അപ്പോൾ റെഡി ആണോ നിങ്ങൾ? റെഡി ആണെങ്കിൽ ഒരു ആർന്ന് കമന്റ് ചെയ്യാം. വെറും 6 ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. യെസ്, അല്ലെങ്കിൽ തംസപ്പ് എങ്കിലും ഇടാം. ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു വരുമ്പോൾ നിങ്ങളെ റെസ്പോൺസ് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു ആവേശം കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. ഇവിടെ റീഡിയം പോലെയല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടും സംസാരിക്കാൻ വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ വീട്ടും ഹൗസ് വൈഫ് ആണെന്ന് ഒരാൾ പറഞ്ഞു. ബാക്കിയുള്ള ആളുകളുടെ ജോലി ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ലെറ്റ് മീ നോ ദാറ്റ്. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ മേഖലകളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ. അലി സാർ ടെക്സ്റ്റൈൽ ഷോപ്പിലാണെന്ന് പറഞ്ഞു. ഓക്കെ, മിഥുൻ സാർ എന്താ ചെയ്യുന്നത്? മിഥുൻ കെ ജെ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. സ്റ്റുഡന്റ് ആണോ? ഓക്കെ, മിഥുൻ. ഓക്കെ, വെരി ഗുഡ്. സ്റ്റുഡന്റ് എന്താണ്, എഞ്ചിനീയറിംഗ് മേഖലയാണോ അതോ ഏതായിരുന്നു സബ്ജക്റ്റ്? ക്ലാസ് ഏതാണ്? അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഷംന ഷാഹിദ് അല്ലേ? ഓൺലൈൻ ബിസിനസ് ആണ്. യെസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ടോ? ഓൺലൈനൊക്കെ ചെയ്യുന്ന ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയൽ ഭയങ്കര നിർബന്ധമാണ്. ചെയ്യാറുണ്ടോ നിലവിൽ? ഹലോ, ചെയ്യലുണ്ടെങ്കിൽ രസം ഒന്ന് കമന്റ് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എനിവേ ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതിന് മുന്നേ ഞാൻ എനിക്കൊരു കാര്യം കാണിച്ചു തരാം. സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് ഗൂഗിളിൽ നമ്മളെ QNAYDS നടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ അക്കാഡമിയുടെ പേര്. ക്യുനൈറ്റ്സ് എന്നാണ്. ബെസ്റ്റ് സൈബർ സെക്യൂരിറ്റി ട്രെയിനിങ് സെന്റർ ആണ്. അതുപോലെ തന്നെ AI നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മലപ്പുറം മഞ്ചേരിയാണ് നമ്മളെ ബേസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് AI എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓട്ടോമേഷൻസ് കാര്യങ്ങൾ നമ്മളില്ലാതെ തന്നെ നമുക്ക് വേണ്ടി
ഒരുപാട് കാര്യങ്ങൾ AI ചെയ്യാൻ പറ്റും. കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഞങ്ങളെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ഇപ്പോൾ ജോലി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലെ ഇന്റർനെറ്റ് ലോകത്തെ ഒരു പോലീസുകാരെന്നറിയപ്പെടുന്ന ആളുകളാണ് സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിൽ ഒരു കരിയർ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെ വീട്ടിലെ ആളുകൾ വീട്ടമ്മമാരുണ്ടാവും, അവരുടെ മക്കളൊക്കെ ഈ മേഖലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിലൊരു ഗൈഡൻസും അതിലൊരു ഫൗണ്ടേഷനൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ക്യാൻ ഡെഫിനറ്റ്ലി കണക്ടസ്. അപ്പോൾ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ തന്നെ കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നുള്ളൂ. അതുപോലെ അക്കാദമി എന്നൊരു അക്കാദമി നമുക്കുണ്ട്. അതിന് അണ്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻകം ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് എന്ന് അറിയുന്ന ആളുകളുണ്ടാവും. വാട്ട് ഈസ് മാർക്കറ്റിംഗ് പറഞ്ഞാൽ എന്താണ് അല്ലേ? വാട്ട് ഈസ് മാർക്കറ്റിംഗ് അറിയോ? ആർക്കെങ്കിലും സജഷൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അല്ലേ? പണ്ട് കാലങ്ങളിൽ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടി അല്ലേ പത്രത്തിന്റെ കൂടെ നോട്ടീസും കാര്യങ്ങളൊക്കെ വരും. ഇറ്റ്സ് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഹലോ, ആണോ? നോട്ടീസൊക്കെ വരുന്ന നിങ്ങൾ ആരും കണ്ടില്ലേ പത്രത്തിന്റെ കൂടെ? യെസ്, കണ്ടിട്ടുണ്ട്. അതൊരു മാർക്കറ്റിംഗ് മെത്തേഡാ, ഓഫ്ലൈൻ മാർക്കറ്റിംഗ് മെത്തേഡ് എന്ന് പറയും. പിന്നെ നമ്മൾ ബസ്സിന്റെ പുറമേക്ക് എന്ത് ചെയ്യും, സ്റ്റിക്കറുകൾ പരസ്യങ്ങളൊക്കെ ഒട്ടിച്ചത് കാണും, അതൊരു മാർക്കറ്റിംഗ് മെത്തേഡാ. ഹലോ, ഫ്ലെക്സ് ബോർഡ് ഇല്ലേ, റോഡ് സൈഡിലൊക്കെ വലിയ വലിയ ബോർഡ്, ബിൽ ബോർഡ്സ് വെച്ചിട്ട് ആളുകളെ ഓരോ കമ്പനിയുടെ പരസ്യങ്ങൾ കാണിക്കാറുണ്ട്. ഇറ്റ്സ് ഓൾസോ മാർക്കറ്റിംഗ് അല്ലേ? ഇതിന് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റലി ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റലി നമുക്ക് സോഷ്യൽ മീഡിയയിലും അതുപോലെ വെബ്സൈറ്റ് ഒക്കെ നിർമ്മിച്ചുകൊണ്ട് പല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതും എന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം, ഇതാണ് നമ്മൾ പ്രാക്ടിക്കലി ഇന്ന് നോക്കാൻ പോകുന്നത്. ഹലോ, റെഡി ആണോ? യെസ്. അപ്പോ യെസ്, റെഡിയാണ്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയാസ് ഏതൊക്കെയാണ് ഉള്ളത്? നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അല്ലേ, സോഷ്യൽ മീഡിയ ആണ്. ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ആണ്. യൂട്യൂബ് ഒരു സോഷ്യൽ മീഡിയ ആണ്. ഓക്കെ, ടിക്ടോക്ക് സോഷ്യൽ മീഡിയ ആണ്. ഇതൊക്കെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. അപ്പൊ ഈ മീഡിയാസിലും അപ്പൊ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഗൂഗിളിൽ കയറിയിട്ടല്ലേ ഒരു ട്രിമ്മർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബിൽ പിന്നെ അടുത്ത വീഡിയോ കാണുമ്പോൾ എന്ത് ചെയ്യും, ട്രിമ്മറിന്റെ പരസ്യം വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇൻസ്റ്റഗ്രാമിൽ ഹെയർ ഓയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് അതിന്റെ ആഡ് പരസ്യങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ എന്ത് സെർച്ച് ചെയ്യും, ഇപ്പൊ ഗൂഗിളിൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഹെയർ ഓയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഹെയർ ഓയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ്. ഇതും ഒരു മാർക്കറ്റിംഗ് മെത്തേഡ്. വെബ്സൈറ്റിൽ നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് റിസൾട്ടിൽ ഇവിടെ അങ്ങനെ പല ഹെയർ ഓയിൽസ്. ഇപ്പൊ നിങ്ങൾക്ക് ഹെയർ ഓയിലിന് ബിസിനസ് ചെയ്യുന്ന ആരുണ്ടോ അതിൽ ഉണ്ടെങ്കിൽ? ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഹെയർ ഓയിൽ അടിച്ചപ്പോൾ ഇവിടെ ആദ്യം വന്ന് കണ്ടോ, അവിമി ഹെർബൽ ഗ്രീൻ മിൽക്ക് കൺസേൺ, ഇവരുടെ പ്രൊഡക്റ്റാണ് ഇവിടെ ആദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ബ്രാൻഡിലെ പ്രൊഡക്റ്റാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം കിട്ടുമോ? ഹലോ, അല്ലേ? നിങ്ങളുടെ പ്രൊഡക്റ്റ് ആളുകൾ വാങ്ങാൻ വില്ലിങ് ആവൂലേ? നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങളതാണ് വരുന്നത്. ആളുകൾ ഇത് സെർച്ച് ചെയ്യാനും നോക്കാനും കൂടുതൽ ചാൻസ് ഉണ്ട് അല്ലേ? ദിസ് ആൾസോ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കിട്ടുന്നുണ്ടോ കൺസെപ്റ്റ്? ഓക്കെ, ഇതിനാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നല്ല ഇതിന് പറയും. ഇതിനാണ് SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നൊക്കെ പറയും. വെബ്സൈറ്റിലൊക്കെ നമ്മളെ ഗൂഗിളിലൊക്കെ നമ്മളെ പ്രൊഡക്റ്റുകൾ കാണിക്കുന്ന രീതിയും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു മെത്തേഡാണ്. ഓക്കെ, ഇതും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ പ്രൊഡക്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നതിന് അതൊരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇപ്പൊ നിങ്ങളുടെ ബ്രാൻഡിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ? ഗൂഗിളിലൊക്കെ കോടിക്കണക്കിന് യൂസേഴ്സ് ഉണ്ട് അല്ലേ? ദിവസം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൂഗിളിനേക്കാൾ ആളുകൾ സെർച്ച് ചെയ്യുന്നുണ്ടാണ് ChatGPT, ജെമിനിയൊക്കെയാണ് അല്ലേ? ജെമിനിയിൽ ഹെയർ ഓയിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് അല്ലേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ നിങ്ങളെ പ്രൊഡക്റ്റ് കൂടുതൽ അറിയും. ഇപ്പൊ നിങ്ങൾ സപ്പോസ് ChatGPT എന്ന് അടിച്ചു കഴിഞ്ഞാൽ, ChatGPT അല്ലേ എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ChatGPTയിൽ കയറാൻ പറ്റും. ഇവിടെ ChatGPT ഉണ്ട്, എൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിയാണ് chatgpt.com. ഓക്കെ, ഇവിടെ എല്ലാവർക്കും ആക്സസിബിൾ ആണ്, ഗൂഗിളിൽ കയറിയാൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സപ്പോസ് ഞാൻ ഇവിടെ അടിക്കുകയാണ് ബെസ്റ്റ് സൈബർ സെക്യൂരിറ്റി
ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മഞ്ചേരി എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. മഞ്ചേരി, നമ്മളെ സ്ഥാപനം മഞ്ചേരിയിലാണ്. അപ്പോൾ മഞ്ചേരിയിലുള്ള സൈബർ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള സൈബർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഞാൻ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, കുറേ ആളുകളെ ഇവിടെ തരികയാണ്. ഇവിടെ കണ്ടോ, ലീഡ് നെറ്റ്വർക്കിംഗ് അക്കാദമി ഉണ്ട്, റെഡ് ടീം ഹാക്കർ അക്കാദമി ഉണ്ട്. അതുപോലെ ഇപ്പൊ നിങ്ങളെ കമ്പനീന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പൊ നമ്മളെ കമ്പനീന്റെ പേര് ഒരാൾ സെർച്ച് ചെയ്തുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം. ഇപ്പൊ നിങ്ങളെ കമ്പനിയുടെ പേര് ഇവിടെ യുനൈറ്റ്സ് അക്കാദമി, വൺ ഓഫ് ദ ലീഡിംഗ് സൈബർ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ മഞ്ചേരി ആണ് എന്നുള്ള ChatGPT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്തിക്കൽ ഹാക്കിംഗ് സൈബർ സെക്യൂരിറ്റി കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളത് വരണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൾസോ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണെന്ന് പറയാം. ഇതിനാണ് EO എന്നൊക്കെ പറഞ്ഞിട്ട് പല ടേംസ് ഉണ്ട്. നിങ്ങൾ അതൊന്നും കൺഫ്യൂഷൻ ആകണ്ട, നമ്മൾ അതൊന്നും ഇവിടെ കവർ ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി തരാം. കിട്ടുന്നുണ്ടോ? അപ്പൊ ദിസ് എ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഹലോ, മനസ്സിലായോ? ChatGPT സെർച്ച് ചെയ്യുമ്പോൾ, ഹെയർ ഓയിൽ സെർച്ച് ചെയ്യുമ്പോൾ ChatGPT നമുക്ക് തരാണ് ഇന്ന ബ്രാൻഡിന്റെ ഹെയർ ഓയിലാണ് ബെസ്റ്റ് എന്ന് തരുമ്പോൾ നിങ്ങൾക്ക് കച്ചവടം കൂടുതലല്ലേ? ഹലോ, കൂടും. ഓക്കെ, അപ്പോൾ ദിസ് ആൾസോ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാം? ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പരസ്യങ്ങൾ വരുത്താൻ പറ്റും അല്ലെ? ഫേസ്ബുക്കിൽ നമ്മളെ പരസ്യങ്ങൾ കാണുന്നു. ഇപ്പൊ നമ്മുടെ തന്നെ അക്കാഡമിയുടെ നമ്മളെ കോഴ്സിന്റെ പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളൊരു പരസ്യം കണ്ടിട്ടായിരിക്കും നമ്മളെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാം റെഡി ആണെങ്കിൽ നിങ്ങൾ ഫോണൊക്കെ വെച്ചിട്ട് റെഡി ആയിരിക്കുക. അപ്പൊ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് വേണം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അത് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതില്ലാത്ത ആളുകൾ അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആണ്, ഉണ്ടാക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആളുകൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ്സ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യാം. എന്താ ടൈപ്പ് ചെയ്യേണ്ടത്? ആഡ്സ് മാനേജർ. കിട്ടിയോ? ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, ആഡ്സ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഫേസ്ബുക്ക് ആഡ്സ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് കഴിഞ്ഞാൽ സൈൻ ഇൻ ചെയ്യാൻ പറയും. ഗൂഗിളിൽ കയറാൻ പോയി സൈൻ ഇൻ ചെയ്യാൻ പറയും നമുക്ക്. അങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ഒരു പേജ് ഉണ്ട്. ഇങ്ങനെ ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ആഡ്സ് മാനേജർ അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് പോകും. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതിന്റെ ലിങ്ക്. ഞാൻ മീറ്റിലൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ലിങ്ക് എന്ത് ചെയ്യുന്നത് ഗൂഗിൾ മീറ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിൽ നിങ്ങൾക്ക് കയറാം. ഓക്കെ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിന്റെ ലിങ്കിൽ നിങ്ങൾക്ക് കയറാം. ഈ ലിങ്കിൽ കയറിയിട്ട് എങ്ങനെയാണ് ഒരു ആഡ് റൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരസ്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതെല്ലാവരും കയറിയാൽ പ്രാക്ടിക്കലി എല്ലാം ചെയ്ത് നോക്കണ്ട. ഈ ലിങ്കിൽ കയറുക, ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ലോഗിൻ ചെയ്യുക. ആഡ്സ് മാനേജർ അക്കൗണ്ടിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഹലോ, നിങ്ങൾ എല്ലാവരും കയറിയോ? നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ടായിരിക്കും എത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഞാനൊരു ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടും. ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോം അങ്ങ് കിട്ടാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആഡ്സ് മാനേജർ എന്നുള്ള ആപ്പ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ആദ്യം ഉണ്ടാകണം. ഇത് ഇമ്പോർട്ടൻ്റ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് കിട്ടും. ഹലോ, ഇത് റെഡിയാണോ? ഹലോ, റെഡിയാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? യെസ്, മെറ്റ ആഡ്സ് മാനേജർ എന്നാണ് ആപ്പിൻ്റെ പേര്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. പ്ലേ സ്റ്റോറിൽ കയറിയാൽ അത് അവൈലബിൾ ആണ്. മെറ്റ ആഡ്സ് മാനേജർ എന്നുള്ള ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ലാപ്ടോപ്പിലാണെങ്കിൽ ഡയറക്റ്റ് ലിങ്കിൽ കയറിയാലും മതി, അതും ചെയ്യാൻ പറ്റും. ഫോണിലാവുമ്പോൾ ഈ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ എത്ര നിങ്ങൾക്ക് സുഖം ഉണ്ടാവില്ല. അതിന് പകരം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് നല്ലത്. ഓക്കെ, ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത ആളുകൾ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്ത ആളുകൾ ഒരു തംസപ്പ് ഇടാം. ഹലോ, കയറാൻ പറ്റും? ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ട് എത്തിയോ? യെസ്, അഞ്ചു റെഡിയാണ്. റെഡിയുള്ള ആളുകളൊന്ന് ആറൊന്ന് കമന്റ് ചെയ്യാം. യെസ്, നിഷിത യെസ് ആയിട്ടില്ല. എന്ത് പറ്റി? എന്താണ് പ്രശ്നം? നമുക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ. യെസ്, രജീഷ്, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എത്രയും സമയം തരുന്നത്? ഓക്കെ, ഇനി വേണമെങ്കിൽ ഫോണിലാവുമ്പോ എങ്ങനെ ആവുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിന്റെ സ്ക്രീൻ ഒന്ന് കാണിച്ചു തരാം. 1 മിനിറ്റ്. നിങ്ങൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഫോണിൽ അതിന്റെ ആപ്പിന്റെ ചിഹ്നം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആഡ്സ് മാനേജർ എവിടെ ഉണ്ടാവും നോക്കിയാൽ ഇതാണ് ആഡ്സ് മാനേജർ. ഇവിടെ കാണുന്നുണ്ടോ? രണ്ടാമത്തെ അഡോബ് സ്കാൻ്റെ താഴെ ആഡ്സ് മാനേജർ ഇങ്ങനെ ഒരു സാധനം കാണാൻ പറ്റും. ഹലോ, ഇതാണ് ആഡ്സ് മാനേജർ. ഫോണിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. മെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഫേസ്ബുക്ക് അക്കൗണ്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓൾറെഡി വേണം എന്നുള്ള മാൻഡേറ്ററി ആണ്. അതിനുശേഷമായിരിക്കണം നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്നത്. ഓക്കെ, യെസ്, ഫോണിൽ ഇതാണ് കിട്ടുക. ഓക്കെ ആണല്ലോ? എത്ര പേര് ഓക്കെ ആണ്? ഹസീന മേഡം ഓക്കെ ആണ്. യെസ്, അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു ആഡ് റൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ പല പരസ്യങ്ങളും കാണുന്നുണ്ടല്ലേ. ആ പരസ്യമൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സർവീസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ നിങ്ങളുടെ കസ്റ്റമറിലോട്ട് എത്താം, ആ കസ്റ്റമർ ആ പരസ്യം കണ്ട് നിങ്ങൾ അങ്ങോട്ട് എൻക്വയർ ചെയ്യണം. അതിനാണല്ലോ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അല്ലേ. പത്രത്തിന്റെ കൂടെ നോട്ടീസ് എന്തിനാ കൊടുക്കുന്ന ആളുകൾ നമ്മളെ സർവീസ് അതിലെ ഫോൺ നമ്പർ നോക്കിയിട്ട് നമ്മളെ വിളിക്കണം, അപ്പോയിന്റ്മെന്റ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കണം. അതിനാണ് നമ്മൾ പരസ്യം ചെയ്യുന്നത്. അപ്പൊ അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പോസ്റ്റർ, നമ്മളെ സർവീസിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ വീഡിയോ കാണാത്തുള്ള അത് കാണാം, അല്ലെങ്കിൽ നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മളെ പരസ്യം കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കണം. അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മളെ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എത്തണം. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, AI ഉപയോഗിച്ചിട്ട് എങ്ങനെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാം, എങ്ങനെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്? കസ്റ്റമറെ കണ്ടെത്താൻ പോവാണ്. കസ്റ്റമർ നമ്മളെ ഫോണിലോട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, ഇന്ന പ്രൊഡക്റ്റ് വേണം, ഹെയർ ഓയിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കസ്റ്റമർ നമ്മൾ ഇങ്ങോട്ട് എൻക്വയർ ചെയ്യും. അതിന്റെ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം,
അല്ല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണ്, അത് വേണം. എന്നിട്ട് മെറ്റ ആഡ്സ് അക്കൗണ്ട്, മെറ്റ ആഡ്സ് മാനേജർ ഈ അക്കൗണ്ടും വേണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹലോ, ക്ലിയർ ആണോ പറയുന്നത്? യെസ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. യെസ് യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആഡ് റൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കണം. ഓക്കെ, ആർ യു റെഡി? നിങ്ങൾ റെഡിയാണോ? ഹലോ, റെഡി അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ റെഡിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഇപ്പൊ ഇത് ഒരു ആഡ് അക്കൗണ്ട്, ഒരു ഇങ്ങനെ ആഡ്സ് മാനേജർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആഡ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അത് സെറ്റപ്പ് ചെയ്തതിനു ശേഷം കുറച്ച് ഫ്രീ അല്ലത് കേട്ടോ, ഒരു 100 രൂപയ്ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ അക്കൗണ്ടിൽ 100 രൂപ വെച്ചിട്ട്, ഫേസ്ബുക്കിന് 100 രൂപ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ക്രിയേറ്റ് ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. ഈ പ്ലസ് ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്യാമ്പയിൻ, പുതിയതായിട്ടൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പുതിയൊരു പരസ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ഐക്കൺ അമർത്തുക. എന്ത് ചെയ്യേണ്ടത്? ഈ പ്ലസ് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. അപ്പൊ ഇനി മൊബൈൽ യൂസേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ടോ? ഉണ്ടോ? ഒരു റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. എന്ത് ചെയ്യാം? നമ്മള് ഒരു ടെസ്റ്റ് എന്നുള്ള ഒരു പുതിയൊരു ക്യാമ്പയിൻ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഹലോ. അപ്പൊ പ്ലസ് ഐക്കൺ നമ്മൾ അമർത്തുക. എന്നിട്ട് അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ന്യൂ ആഡ് സെറ്റ് ഓർ ആഡ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ ക്യാമ്പയിൻ എന്നുണ്ടാവും. അത് സെലക്ട് ചെയ്യുക. എന്താ സെലക്ട് ചെയ്യേണ്ടത്? ക്രിയേറ്റ് എ ന്യൂ ക്യാമ്പയിൻ എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ചൂസ് ചെയ്യുക ബൈയിങ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അവയർനെസ് ക്യാമ്പയിൻ ആണോ, ട്രാഫിക് ക്യാമ്പയിൻ ആണോ, എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആണോ, ലീഡ് ക്യാമ്പയിൻ ആണോ, ആപ്പ് പ്രൊമോഷൻ ആണോ, സെയിൽസ് ആണോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. ഇപ്പൊ ഇത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് വിൽക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ക്യാമ്പയിൻ ചൂസ് ചെയ്യാം. എന്താണ്? സെയിൽസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സെയിൽസ് ക്യാമ്പയിൻ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് കാണുന്നുണ്ട്, നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻ കാണാൻ പറ്റും. ക്രിയേറ്റ് ക്യാമ്പയിനിലോട്ട് നിങ്ങൾക്ക് സെയിൽസ് ക്യാമ്പയിൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് കിട്ടിയോ? അപ്പൊ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിൽ എന്തിനാണ് സെയിൽസ് ക്യാമ്പയിൻ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് നല്ല കൺവേർഷൻസ് കൊണ്ടുവരാണ്. നിങ്ങളെ വാട്സപ്പിലോട്ട് ആളുകൾ വന്നിട്ട് നിങ്ങൾ വാട്സപ്പിലോട് ചോദിക്കണം. വാട്സപ്പ് കാറ്റലോഗ് കണ്ടിട്ട് ആളുകൾ ചോദിക്കണം. കുറെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും കുറെ മെസ്സേജസ് നിങ്ങൾക്ക് വരണം, കുറെ കോൾസ് വരണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് ക്യാമ്പയിൻ ഉപയോഗിക്കാൻ പറ്റും. ഗുഡ് ഫോർ എന്ന് കാണിക്കേണ്ടത് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഹലോ, ഇത്രയും കിട്ടിയോ? ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ 3 ലെവലാണ് ഉണ്ടാകുക. നമുക്ക് ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ 3 ലെവൽസ് ആണ് നമുക്ക് ഉണ്ടാകുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. സെയിൽസ് ക്യാമ്പയിൻ ഉണ്ട്, അതുപോലെ സെയിൽസ് ആഡ് സെറ്റ് ലെവൽ ഉണ്ട്, സെയിൽസ് ആഡ് ലെവൽ ഉണ്ട്, ക്യാമ്പയിൻ ലെവൽ, ആഡ് സെറ്റ് ലെവൽ, ആഡ് ലെവൽ, ഇങ്ങനെ 3 ലെവൽ ഇവിടെ കാണാൻ പറ്റും. ഹലോ, കാണുന്നുണ്ടോ? ലാപ്പ് യൂസ് ചെയ്യുന്ന ആളുകൾ ഈ 3 ലെവലിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഹലോ, യെസ്. ആരൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ട്? ഫോണിലോ അല്ലെങ്കിൽ ആപ്പിൽ ചെയ്തു നോക്കുന്ന എത്ര പേരുണ്ട്? ആ, യെസ്, അബ്ദുള്ള ഉണ്ട്. വേറെ ആരെയും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? ആരും ചെയ്തു നോക്കുന്നില്ലേ? ഞാൻ വെറുതെ എടുക്കുന്ന പോലെ ആക്കുന്നത്. ആ, യെസ്. അങ്ങനെ 3 ലെവലിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഹെയർ ഓയിൽ ആണെങ്കിൽ ഹെയർ ഓയിൽ ക്യാമ്പയിൻ എന്ന പേര് കൊടുക്കാം. ഫോണിൽ ചെയ്യണമെങ്കിൽ പേയ്മെന്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പേയ്മെന്റ് ഇല്ലാതെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആഡ് റൺ ചെയ്യണമെങ്കിൽ പേയ്മെന്റ് സെറ്റ് ചെയ്യണം. അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന് പേര് കൊടുക്കാൻ പറ്റും. എന്നിട്ട് എത്രയാണ് നിങ്ങൾക്ക് ദിവസം ഫേസ്ബുക്കിന് ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കും. 100 രൂപ എടുത്തിട്ട് 1000 ആൾക്കാർക്ക് ഈ പരസ്യം എത്തിക്കാം, 2000 ആൾക്കാർക്ക് ഈ പരസ്യം എത്തിക്കാം. അപ്പൊ എത്ര പേർക്ക് എത്തിക്കണം എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് ഇവിടെ ആഡ് ചെയ്യും. നോട്ടീസ് പത്രത്തിൽ കൂടെ അടയ്ക്കണമെങ്കിൽ നോട്ടീസ് അടിക്കാനൊരു ചെലവ് വരുമല്ലോ, അല്ലെ?
അല്ല, പത്രക്കാർക്ക് ഒരു ചെലവ് കൊടുക്കില്ല. അപ്പൊ അതുപോലെ ഫേസ്ബുക്കിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 100 രൂപ 200 രൂപ ഒക്കെ നമുക്ക് ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ 1000 ആളുകളിലോട്ട് ഈ പരസ്യം എത്തിക്കും. ഓക്കെ, അല്ലെങ്കിൽ 2000 10,000 ആൾക്കാർ എത്തിക്കണമെങ്കിൽ ഫേസ്ബുക്കിന് ചെറിയൊരു ചാർജ് ആണ്. എനിക്ക് മിനിമം ഒരു 100 രൂപ വെച്ചിട്ടാണ് സ്റ്റാർട്ട്. ഓക്കെ, ബഡ്ജറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഈ സെയിൽസ് ക്യാമ്പയിൻ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഒന്നെന്ത് ആദ്യം സെറ്റ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, എത്ര ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ക്യാമ്പയിന് ഒരു പേര് കൊടുക്കാം. യെസ്, നമുക്കിവിടെ പേര് കൊടുക്കാം, ഹെയർ ഓയിൽ, ഫോർ എക്സാമ്പിൾ ഹെയർ ഓയിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പൊ ക്യാമ്പയിൻ ലെവലിൽ നമ്മൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്തു. എത്ര രൂപക്കാണ് നമ്മൾ കസ്റ്റമറിലോട്ട് നമ്മളെ പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത്, എത്ര ആളുകൾക്ക് എത്തിക്കണം എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത നെക്സ്റ്റ് പോവാ. നെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് ആക്ഷൻ ലെവലിലാണ് നമ്മൾ ഇത്. ഇവിടെ നമുക്ക് പേര് എന്ത് ചെയ്യാം, ഹെയർ ഓയിൽ എന്നുള്ള പേര് കൊടുക്കാം, ഹെയർ ഓയിൽ. ഓക്കെ, നമ്മൾ എത്തിച്ചു. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളെ പരസ്യം ആളുകളിലെ ഒക്കെ എത്തിക്കേണ്ടത്, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിലോട്ട് പരസ്യം കണ്ട് വെബ്സൈറ്റിലോട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ലെവലിലാകാം, അങ്ങനെ ചെയ്യാം. ഓക്കെ, വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നമുക്ക് വാട്സപ്പിലോട്ടാണ് വരണമെങ്കിൽ എന്ത് ചെയ്യാം, മെസ്സേജ് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിലോട്ട് പരസ്യം കണ്ട ആളുകൾ വാട്സപ്പിലോട്ട് കോൺടാക്ട് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, കൺവേർഷൻ എന്നുള്ളടത്ത് ഇവിടെ ഉണ്ടോ, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. മാനുവൽ ഡെസ്റ്റിനേഷൻ എന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി മെസ്സഞ്ചർ ഉണ്ടെങ്കിൽ മെസ്സഞ്ചറിലോട്ട്, ഇൻസ്റ്റഗ്രാമിലോട്ടാണെങ്കിൽ അങ്ങനെ, വാട്സപ്പ് എന്ന് സെലക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ പരസ്യം കണ്ടിട്ട് നമ്മളെ കണക്ട് ചെയ്യും, കോൺടാക്ട് ചെയ്യും. ഇത്രയും ക്ലിയർ ആണോ? ഹലോ ഹലോ, ക്ലിയർ ആണ്? ഓക്കെ, ക്ലിയർ ആണ്. യെസ്, അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കോസ്റ്റ് പെർ റിസൾട്ട് ഗോൾ എന്നൊക്കെ ഉണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, പെർഫോമൻസ് ഗോള്. അപ്പോൾ അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് വരുമാനം നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു അക്കാഡമി പോവുകയാണെങ്കിൽ മിനിമം നിങ്ങൾ ഒരു 30,000 40,000 ഒക്കെ കൊടുക്കേണ്ടി വരും ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ. ആ സീക്രട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, കൃത്യമായിട്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളെ പരസ്യം ആരെയാണ് കാണിക്കേണ്ടത്, സ്ത്രീകളെ മാത്രമാണോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമാണോ പരസ്യം കാണിക്കേണ്ടത്, ഏത് ഏജ് കാറ്റഗറിയാണ്, എത്ര ഏജിലുള്ള ആളുകളാണ്. ഇപ്പൊ ഹെയർ ഓയിൽ, ഫോർ എക്സാമ്പിൾ ഹെയർ ഓയിൽ എടുക്കുകയാണെങ്കിൽ ഹെയർ ഓയിൽ നമുക്ക് ഒരു 20 to 35 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് മാത്രമാണ് നമ്മളെ പരസ്യം കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളെ ബഡ്ജറ്റ് സെറ്റ് ചെയ്തു, വാട്സപ്പിലോട്ടാണ് റീഡയറക്ട് ചെയ്യേണ്ടത് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബഡ്ജറ്റ് ഷെഡ്യൂൾ ചെയ്യാം, എന്നാണ് പരസ്യം റൺ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓഡിയൻസ് എന്നുള്ള ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഓഡിയൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ലൊക്കേഷൻ, ഇപ്പൊ ഇന്ത്യ ആണ് ഇവിടെ കാണിക്കണം, ഇന്ത്യയിൽ എവിടെ കാണിക്കണം. ഇപ്പൊ മഞ്ചേരി ആണെങ്കിൽ മഞ്ചേരി, മലപ്പുറം ആണെങ്കിൽ മലപ്പുറം. അപ്പൊ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്ത് ചെയ്യും, എന്റെ പരസ്യം കാണിക്കണം. അപ്പൊ കേരള നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കേരള ഇന്ത്യ സെലക്ട് ചെയ്ത ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ കേരള സെലക്ട് ചെയ്തു. കേരളത്തിലുള്ള ഏജ് കാറ്റഗറി 23 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് എന്റെ പരസ്യം കാണിക്കുക. അങ്ങനെ സെറ്റ് ചെയ്യാം. അതിനേക്കാളും താഴെയാണ് വേണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ. 23 വയസ്സ് മുതൽ നമുക്ക് നമ്മൾ ഹെയർ ഓയിലിന്റെ പരസ്യം 50-55 വയസ്സ് വരെയുള്ള ആളുകൾ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹലോ, ഇനി സ്ത്രീകൾക്കാണ് ഹെയർ ഓയിൽ, ഞങ്ങൾ ആണുങ്ങൾ അല്ലെങ്കിൽ ആരൊക്കെയാണ്, മെൻ ഉണ്ട്, വുമൺ ഉണ്ട്, ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റാണ് ഹെയർ ഓയിൽ എന്നുള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു. ഇതൊക്കെ ഉദാഹരണമാണ് കേട്ടോ അങ്ങ് കാണിച്ചു തരുന്നത്. ഓക്കെ, യെസ്, അപ്പൊ അത് സെറ്റ് ചെയ്തു. ഇനി എവിടെയൊക്കെ അത് കാണിക്കണം, ഇനി ഇൻസ്റ്റഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ കാണിക്കേണ്ടത്, ഇതൊക്കെ ചെയ്തോളും. ഇവിടെ അഡ്വാൻറ്റേജ് പ്ലസ് ഓൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ആക്കി ബാക്കിയുള്ള AI എന്നുള്ള സംവിധാനം ഉപയോഗിച്ചിട്ട് ഇതാ ഈ പരസ്യം ആര് കാണിക്കണം, മലയാളികളായിട്ടുള്ള കേരളത്തിലുള്ള മലയാളികളായിട്ടുള്ള സ്ത്രീകളെയും ആണുങ്ങളെയും ഈ പരസ്യം 23 മുതൽ 55 വയസ്സിൽ ആരെ കാണിക്കുന്നത് ഫേസ്ബുക്ക് തീരുമാനിച്ചോളൂ. ഓക്കെ, അതിനുള്ള ബട്ടനാണ് അഡ്വാൻറ്റേജ് പ്ലസ് ഓൺ എന്നുള്ളത്. AI ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രേ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ, എസ്റ്റിമേറ്റഡ് റീച്ച് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ, നമ്മൾ ഈ പരസ്യം എത്രത്തോളം ആളുകളിലോട്ട് എത്തും. ഏകദേശം 2 കോടി ആളുകളിലോട്ട് നമ്മൾ ഈ പരസ്യം എത്തിക്കാൻ പറ്റും ഫേസ്ബുക്ക് വഴി. ഹലോ, കച്ചവടം നടക്കുമോ? 2 കോടി ആളുകൾ. ആ, 100 രൂപ കൊണ്ടെന്നല്ല, ഈ പരസ്യത്തിന്റെ പൊട്ടൻഷ്യൽ ആണ് പറയുന്നത്.
ഇത്രത്തോളം ആളുകളിലോട്ട് ഇത് എത്തിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, 2 കോടി ആളുകൾ നമ്മൾ ഹെയർ ഓയിലിന്റെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ അതിന് ഒന്നും വേണ്ട, 1 ലക്ഷം ആളുകൾ അല്ലെങ്കിൽ 1000 ആൾക്കാർ വാങ്ങിയാൽ തന്നെ നമുക്ക് ലാഭമല്ലേ? ഹലോ, ഓൺലൈൻ ഡെലിവറി ഒക്കെ ഉണ്ടെങ്കിൽ എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ക്യാമ്പയിൻ ലെവൽ സെറ്റ് ചെയ്തു, ആഡ് സെറ്റ് ലെവൽ നമ്മൾ സെറ്റ് ചെയ്തു. അവിടെ നമ്മൾ എന്തൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ള, എങ്ങോട്ടാണ് നമ്മൾ എൻക്വയറി വരുന്നത്, വാട്സപ്പ് ഒന്ന് സെറ്റ് ചെയ്തു, വാട്സപ്പ് നമ്പർ കൊടുത്തു, പിന്നെ കെയർ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളുകളെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം ഏജ് സെലക്ട് ചെയ്തു, ജെൻഡർ മെയിൽ ആണോ ഫീമെയിൽ ആണോ ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ ബാക്കിയുള്ള നമ്മൾ എക്ക് വിട്ട് കൊടുത്തു, ബാക്കി ഏജ് ചെയ്തോളും. ഫേസ്ബുക്കിൽ കാണിക്കണോ, ഇൻസ്റ്റഗ്രാമിൽ കാണിക്കണോ, വേറെ എവിടെയെങ്കിലും കാണിക്കണോ എന്നുള്ളതൊക്കെ ഫേസ്ബുക്ക് സ്വയം ചെയ്തോളും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആഡ്സ് ലെവലിലോട്ടാണ് പോകേണ്ടത്. ഹലോ, അടുത്ത നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ന്യൂ സെയിൽസ് ക്യാമ്പയിൻ, ആഡ് സെറ്റ് കഴിഞ്ഞ് ആഡ്സ് ലെവലിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഹെയർ ഓയിൽ കൊണ്ട് നമുക്ക് പേര് കൊടുക്കാം. ഇതെന്തിനാ പേര് കൊടുക്കാം, നമുക്ക് കുറേ ക്യാമ്പയിൻസ്, കുറേ പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ ക്യാമ്പയിൻ ഓരോ പേരുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ നിങ്ങൾ എന്താ, നിങ്ങളെ ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പേജ് കണക്ട് ചെയ്ത് കൊടുക്കണം. ആഡ് കണ്ട് പരസ്യം കാണുന്ന ആളുകൾ നമ്മൾ ഫേസ്ബുക്ക് പേജിലൊക്കെ കയറി വെക്കും അല്ലേ? അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ നോക്കി നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നല്ലതാണ്. അല്ലെ, നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പേജിലാണ് നമ്മളെ പരസ്യം കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഹെയർ ഓയിൽ ആണെങ്കിൽ ഹെയർ ഓയിലിന്റെ എന്ത് വേണം, ഒരു പരസ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരും. വീഡിയോ ആണെങ്കിൽ വീഡിയോ, അല്ലെങ്കിൽ പോസ്റ്റർ ആണെങ്കിൽ പോസ്റ്റർ കണ്ടിട്ട് എന്ത് ചെയ്യും, ആളുകൾ എന്ത് ചെയ്യും, നമ്മളെ പരസ്യം കണ്ടിട്ട് വാട്സപ്പിലോട്ട് വരും. അപ്പോൾ ഇവിടെ ഈ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഇവിടെയാണ്. അതെങ്ങനെ സെറ്റ് ചെയ്യാം? ഹലോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ കാണിക്കണോ എങ്ങനെ ചെയ്യാന്നുള്ളത്? യെസ്, സഫ്വാന് മാത്രമേ താല്പര്യമുള്ളൂ എന്നുണ്ട്. യെസ്, അബ്ദുള്ള, അഞ്ജു, ഇത്ര പേരുള്ളൂ. ഇവിടെ 15 പേരുണ്ട്. ഹലോ, യെസ്, ഹസീന, ഓക്കെ, യെസ്. എന്നിട്ട് ഇവിടെ സെറ്റപ്പ് ക്രിയേറ്റീവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മൊബൈൽ ഫോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ടുള്ള പേജിലുള്ള വീഡിയോസ് ഒക്കെ ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, പോസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലുള്ള വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഹെയർ ഓയിലാണ്, നമ്മൾ ഇവിടെ ഹെയർ ഓയിലിന്റെ പരസ്യമൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ കോഴ്സാണ് വിചാരിക്കാം, എന്റെ കോഴ്സിന്റെ ആണ്. അപ്പോൾ ഈ കോഴ്സിന്റെ പോസ്റ്റർ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ നമുക്ക് പരസ്യം മാത്രം പോരല്ലോ, കുറച്ച് അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വിവരിക്കണം അല്ലേ? ഇത് എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൈമറി ടെക്സ്റ്റ്, 5 പ്രൈമറി ടെക്സ്റ്റ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ചാറ്റ് വിത്ത് അസ്, എന്താണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. എന്താ നമുക്ക് കൊടുക്കാം, നമ്മളെ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഹലോ, GPT എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയോ? GPT എന്ന് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ, GPT എന്ന് ചെയ്തിരുന്നു. യെസ്, GPT ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ടത് നമ്മളെ കോഴ്സിനെ കുറിച്ച് എല്ലാ പ്രൈമറി ടെക്സ്റ്റ് ഡീറ്റെയിൽസ് ആണ് എനിക്ക് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ GPT പറയാണ്, വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, GPT എന്താ പറയുന്നത് നോക്കാം. ഐ നീഡ്, ഞാൻ ഇവിടെ GPT നമ്മൾ കൊടുക്കേണ്ട ടെക്സ്റ്റ്, ഇവിടെ കൊടുക്കേണ്ട ടെക്സ്റ്റ് GPT ഉണ്ടാക്കാൻ പറയാണ്. ഐ നീഡ് 5, എന്താണ് 5 ആഡ് കോപ്പി, എന്താ പറയണ്ട, ആഡ് കോപ്പി ഫോർ അവർ കോഴ്സിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കൊടുത്താൽ ഇൻ കോഴ്സ് ടോക്സ് കോഴ്സ് ഇൻ ഐഡാസ് ഫോർമാറ്റ്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിൽ ഐഡാസ് എന്നൊരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റിൽ എനിക്ക് എന്താണ് 5 ആഡ് കോപ്പി വേണം എന്നാ പറയുന്നത്. ഹലോ, ഇത് ഗ്രൂപ്പിൽ ഇടണോ ഈ സാധനം? ഇപ്പൊ നിങ്ങൾ കോഴ്സ് കൊടുത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ പേര് കൊടുക്കാം, പിന്നെ പ്രൊഡക്റ്റ് ആണെന്ന് വിശദീകരിച്ചു കൊടുക്കാം. ഓക്കെ,
ഗ്രൂപ്പിൽ ഇടണത് ഈ ടൈപ്പ് ചെയ്യുന്ന സാധനം വേണോ? യെസ്. ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് ചാറ്റ് ജി പി ടിനോട് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ, പറയണ്ടേ. ഓക്കെ, ഇത് നിങ്ങൾ ചാറ്റ് ജി പി ടിക്ക് ഇട്ട് കൊടുത്താൽ ചാറ്റ് ജി പി ടി എന്താണ് തരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ മലയാളത്തിലാണെങ്കിൽ മലയാളം നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് മലയാളത്തിൽ തരും. 5 ആഡ് കോപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അതാണ് ഐഡാസ് എന്ന് പറഞ്ഞാൽ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പരസ്യം കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു അറ്റൻഷൻ അല്ലേ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യണം, അതിനാണ് അറ്റൻഷൻ ഉള്ളത്. അപ്പം അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് എഴുതി തരണം. ഇൻട്രസ്റ്റ്, ആളുകൾക്ക് താല്പര്യം ജനിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമുക്കൊരു ഫോമാറ്റ് സെറ്റ് ചെയ്ത് തരണം. ഡിസയർ, അതുപോലെ ആക്ഷൻ, വാങ്ങാനുള്ള ഒരു ആക്ഷൻ കൂടി എടുപ്പിക്കണമല്ലോ. അപ്പൊ ആ ഒരു ഫോമാറ്റിലാണ് നമ്മൾ ഈ ക്രിയേറ്റീവ് ഇവിടെ കൊടുക്കണം. അപ്പൊ നമ്മൾ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫേസ്ബുക്കിന്റെ, ഹലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് ടൈം കാണുന്ന ആളുകൾക്ക് കുറച്ച് ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അന്ന് വിഷയമല്ല, ഒന്നും കൂടി റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചാലും ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചാലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മളെ പരസ്യം ഇവിടെ പോയി. ക്ലോസ് ആയോ പഠിച്ചോനെ? ഓക്കെ, അവിടെ നമ്മൾ പ്രൈമറി ടെസ്റ്റ് ആണല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു പ്രൈമറി ടെസ്റ്റ് ആയി. രണ്ടാമത്തെ ചാറ്റ് ജി പി ടി നമുക്ക് തന്ന എന്താ, അപ്പൊ ഈ പ്രൈമറി ടെസ്റ്റ് 5 ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 3 4 നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം AI isn't it a coming for a AI job but someone who knows mighty അല്ലെ. എല്ലാവരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നില്ല, അറിയാത്ത ആളുകളെ ജോലി എന്ത് ചെയ്യും, നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടൊരു അറ്റൻഷൻ ആയിട്ടുള്ള. അപ്പൊ അറ്റൻഷൻ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ഒഴിവാക്കാം, നമുക്ക് ആവശ്യമുള്ള മാത്രം മതി. ഇൻട്രസ്റ്റ് എന്നുള്ള ഈ എഴുതിയത് നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് 5 ആഡ് കോപ്പി ചാറ്റ് ജി പി ടി തന്നിട്ടുണ്ട്. മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ തരും. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഡിസയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഡ് കോപ്പി. ഇനി ടെക്സ്റ്റ്, ആഡ് ടെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് വീണ്ടും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ചാറ്റ് ജി പി ടി തന്നെ ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കോപ്പി അടിക്കുന്നു, അപ്പുറത്ത് കൊണ്ടുപോയി നമ്മൾ എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ അടുത്ത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ 2 ഇങ്ങനെ 5 നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് സെറ്റ് ചെയ്യൽ നിർമ്മ ഇതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഫേസ്ബുക്ക് ആളുകളിലോട്ട് ഈ പരസ്യം എത്തിക്കുക. നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷനും ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ആളുകൾ, ഏത് ആളുകളിലോട്ടാണ് ഈ പരസ്യം എത്തിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. AI ആണ് തീരുമാനിക്കുന്നത്. AI ചെയ്തോളൂ, നമ്മളിത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആർക്ക് ഇത് എത്തിക്കണം, എങ്ങനെ എത്തിക്കണം എന്നുള്ളതൊക്കെ AI ആണ് തീരുമാനം. അപ്പൊ 2 ഇങ്ങനെ 3 4 5 നമുക്ക് ഇത്ര 5 വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹലോ, ഇത് ക്ലിയർ ആണോ? മനസ്സിലായോ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്? ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്തു. അടുത്തത് ഇത് സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രൈമറി ടെക്സ്റ്റ് ആഡ് ചെയ്തു. നമ്മളെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രൈമറി ടെക്സ്റ്റ് ആഡ് ചെയ്തു. AI വിഷം പ്രൈമറി ടെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, ഇനി അതിന് ഹെഡ്ലൈൻ വേണം. ഹെഡ്ലൈൻ 5 ഹെഡ്ലൈൻ വേണമെന്ന് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഹെഡ്ലൈൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ആഡ് ഹെഡ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് വിത്ത് ഹെഡ്ലൈൻ ആണ്. അപ്പോൾ ഇനി ഹെഡ്ലൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും അതിനോട് നമുക്ക് പറയാം, ചാറ്റ് ജി പി ടിനോട് നമുക്ക് ഉണ്ടാക്കിപ്പിക്കാൻ പറ്റും. ഹലോ, ഐ നീഡ് എ 5 ഹെഡ്ലൈൻ ഫോർ ദിസ് ക്യാമ്പയിൻ എന്ന് കൊടുത്താൽ മതി. എനിക്ക് 5 ഹെഡ്ലൈൻ വേണം, എൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള 5 ഹെഡ്ലൈൻ വേണമെന്ന് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു കൊടുത്താൽ അതും ചാറ്റ് ജി പി ടി നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാക്കി തരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഐ നീഡ് 5 ഹെഡ്ലൈൻ. ഹലോ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? രജീസർ, ഷംന, മുഹമ്മദ്, ഹലോ ഒക്കെ ആണല്ലോ അല്ലേ? യെസ്. മാസ്റ്റർ AI ബിഫോർ മാസ്റ്റർ ഇൻഡസ്ട്രി. അപ്പൊ അങ്ങനെ 5 ഹെഡ്ലൈൻ തന്നിട്ടുണ്ട്. അപ്പൊ ഹെഡ്ലൈനും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോപ്പി ചെയ്താൽ മതി. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തത് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ കേട്ടോ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ വിചാരിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. ഓക്കെ, ചെയ്ത് പഠിക്കുന്ന ഇഷ്ടമാണ്, ചെയ്ത് നോക്കിയാലേ പഠിക്കുള്ളൂ.
ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ തപ്പിപ്പയറുകളുണ്ടാവും, പിന്നെ അങ്ങ് ശരിയായിക്കോളും. ഓക്കെ, അപ്പൊ അങ്ങനെ ഹെഡ്ലൈൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹെഡ്ലൈൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ അതും ചൂസ് ചെയ്യാം. ഫേസ്ബുക്കിൽ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പോസ്റ്ററിന് വേണ്ടിയിട്ടുള്ള കണ്ട പഠിച്ചൊരു പോക്കറ്റ് മണി ഉണ്ടാക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കുറേ പോസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയതിന് പുറമെ കുറെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടിക്ക് ഇട്ടാൽ അതും നമുക്ക് തന്നെ സെറ്റ് ആക്കി തരും. ഓക്കെ, ഹലോ, ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ് ആണോ? നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടത്? ഹലോ, യെസ്, 2 പേര്, 3 പേര്, 4 പേര്. ഓക്കെ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ലെവൽ ക്യാമ്പയിൻ ലെവൽ നമ്മൾ എത്ര ബഡ്ജറ്റ് നമ്മൾ കൊടുക്കണം എന്ന് പഠിച്ചു. രണ്ടാമത്തെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട് വാട്സപ്പിലോട്ട് എങ്ങനെ ചെയ്യാന്നുള്ള പഠിച്ചു. മൂന്നാമത്തെ ലെവലിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോസ്റ്റർ നിർമ്മിച്ച പോസ്റ്റർ എന്ത് ചെയ്തു, എങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലുള്ള പോസ്റ്റർ നമ്മൾ കൊടുത്തു. അതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചെയ്തു അല്ലെ. മീഡിയ, ടെക്സ്റ്റ്, ഇമേജ്, പിന്നെ തന്നെ നമുക്ക് കുറച്ച് ഇമേജസ് ഒക്കെ തന്നു. നെക്സ്റ്റ് അടിച്ചു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. യെസ്, അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ പരസ്യം വരിക. ഓക്കെ, കാണുന്നുണ്ടോ? ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിങ്ങൾ പരസ്യം കാണുള്ളത്, ഇതേപോലത്തെ. ഹലോ, കാണലുണ്ടോ? ഇപ്പൊ നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ ഹെയർ ഓയിൽ ആണെങ്കിൽ ഇവിടെ ഹെയർ ഓയിലിന്റെ പരസ്യം ഉണ്ടാവും. ചാറ്റ് ഓൺ വാട്സപ്പ് ഉണ്ടാവും, കണ്ടോ? ഇതിനാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൈമറി ടെക്സ്റ്റ്. ഇവിടെ ഇതാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്, കണ്ടോ? ഈ സാധനമാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പരസ്യമായിട്ട് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ഫേസ്ബുക്കിലോട്ടൊക്കെ എന്ത് ചെയ്യും, നമ്മളെ ആഡ് കാണിച്ചു തരും, പരസ്യം കാണിച്ചു തരും. അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്തേ, പോസ്റ്റർ നമുക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. ഓക്കെ, പിന്നെ ഇതിൽ ആഡ് റൺ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ടെക്സ്റ്റ് നമുക്ക് വെച്ചിട്ട് ഉണ്ടാക്കാം അല്ലെ. പല വെറൈറ്റി പോസ്റ്റേഴ്സ് ഫേസ്ബുക്കിൽ ഉണ്ടാക്കി തരും. ഇത് ആരൊക്കെ കാണിക്കണം എന്നുള്ള അതും ചെയ്യും. ഓക്കെ, ഫുള്ള് അതിന്റെ കാലഘട്ടമാണ്. ഓക്കെ, നമ്മ എന്ത് ചെയ്യും, ആരൊക്കെ കാണിക്കണം, ഏത് ഏജ് കാറ്റഗറി, ഇതൊക്കെ നമ്മൾ ഏത് മലയാളിയാണോ, തമിഴാണെങ്കിൽ തമിഴ്, ഇന്ത്യ വേൾഡ് വൈഡ് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്ക് ലോകത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ അല്ലെ. ഒരുപാട് രാജ്യങ്ങളുണ്ട്, അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പൊ ഇന്റർനാഷണൽ പുറത്തുള്ള ആളുകളെ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് നമുക്ക് തന്നില്ല, ഇതേപോലെ നമുക്ക് പരസ്യം നമ്മുടെ കൺമുന്നിൽ എന്ത് ചെയ്യും, എത്തുന്നുള്ളതാണ്. അപ്പൊ ഡൺ കൊടുക്കാം. ഓക്കെ, ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, ആഡ്സ് ലെവലിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതും നമ്മൾ സെറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഈ പരസ്യം കണ്ട ആളുകൾ എന്ത് ചെയ്യും, ഫേസ്ബുക്കിലോട്ട് വാട്സപ്പിലോട്ട് നിങ്ങളെ കണക്ട് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് കാണുന്ന രീതി, ഒരാൾ നിങ്ങളെ പരസ്യം കണ്ടു, പരസ്യം കണ്ടു കഴിഞ്ഞാൽ കണ്ട വെൽക്കം, ഒരു ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെയാണ് ഇവിടെ കാണിക്കുക. ഹലോ, ഇവിടെ കാണുന്നുണ്ടോ? വാട്സപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഉണ്ടോ, വാട്സപ്പിലോട്ട് നിങ്ങളെ പരസ്യം വന്നു. ഇപ്പൊ നമ്മളെ അക്കാഡമിയിൽ നിങ്ങൾ ഈ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തതുപോലെ ആയിരിക്കും അല്ലെ. ഇങ്ങനെ ഒരു പരസ്യം കണ്ടിട്ടല്ലേ നിങ്ങൾ ഇവിടെ എത്തി. ഹലോ, ആണോ? യെസ്, അപ്പൊ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഇത് കണ്ടു, ജോയിനോട് ഒരു ഫോം കാര്യങ്ങളൊക്കെ, ഇനി കസ്റ്റമറോട് വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. കൺവേർഷൻസ് എന്നുള്ള പാർട്ടിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. വെൽക്കം, പ്ലീസ് ഫിൽ ഒരു ഫോം ഫിൽ ചെയ്യാൻ പറയുന്നത് അത് ഫില്ല് ചെയ്യിപ്പിക്കാം. കസ്റ്റമറുടെ പേര്, കോൺടാക്ട് വേണമെങ്കിൽ അത് ഇവിടെ ഫില്ല് ചെയ്യിപ്പിക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ കസ്റ്റമറോട് ജോയിനോ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പേര് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ പേര് നമുക്ക് കിട്ടും. ഓക്കെ, പേരും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. എന്നിട്ട് എന്താ അവസാനം നമ്മൾ എന്ത് ചെയ്യാം, ഹലോ പബ്ലിഷ് കൊടുക്കുക. ഹലോ പബ്ലിഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്ത് ചെയ്യും, ഒരു ഫേസ്ബുക്ക് ക്യാമ്പയിന് ലക്ഷക്കണക്കിന് ആളുകളിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരസ്യം എത്തിക്കാൻ പറ്റും. ഹലോ, ദിസ് ഈസ് വാട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് പരസ്യം ചെയ്തുകൊണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളിലോട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതേ സെയിം സാധനം ഞാൻ ഫോണിൽ ഒന്ന് കാണിച്ചു തരാം. ലാപ്പില്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സിമ്പിൾ ഈ പറഞ്ഞ സെയിം സാധനം തന്നെ ഫോണിലും ചെയ്യാൻ പറ്റും. ആഡ്സ് മാനേജർ അക്കൗണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു അല്ലേ. അത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ള ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ആഡ്സ് മാനേജർ, ഇപ്പൊ ഇങ്ങനെ ഒരു അക്കൗണ്ട് ആണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ പ്ലസ് ഐക്കൺ റൈറ്റ് സൈഡിൽ, ടോപ്പ് റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് ഐക്കൺ കാണുന്നുണ്ടോ? ഫോണിൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. ഹലോ, ഓക്കെ ആണോ? കാണിച്ചു തരണോ? യെസ്, ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്, ഇത് അമർത്തുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ
ഏത് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട എൻഗേജ്മെന്റ് ക്യാമ്പയിൻ അവയർനെസ് ഉണ്ട്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് ന്യൂ ക്യാമ്പയിൻ ഉണ്ട്, ഇവിടെ പ്രൊമോഷൻ ഉണ്ട്, സെയിൽസ് ഉണ്ട്. സെയിൽസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ആദ്യം ഫോണൊന്ന് വെരിഫൈ ചെയ്യണം, എന്നിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പേയ്മെന്റ് കാര്യങ്ങളൊക്കെ അന്ന് പേയ്മെന്റ് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളവരോട് ചോദിക്കുന്നത്. ഇവിടെ പേയ്മെന്റ് ആൻഡ് ബിൽ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഒരു 100 രൂപയെങ്കിലും നിങ്ങൾ അക്കൗണ്ടിൽ ഒന്ന് ഇവിടെ വാലറ്റിൽ ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ കറന്റ് ബാലൻസ് 0 ആണ്. ആഡ് പേയ്മെന്റ് മെത്തേഡ് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു 100 രൂപ നിങ്ങൾ UPI വഴി ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. എത്ര രൂപ നമുക്ക് ആഡ് ചെയ്യണം എന്നുള്ള കൂടെ ആഡ് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യാം. ഇന്ത്യ. ഓക്കെ, പുതുതായിട്ട് ഏത് കൺട്രി ആണെന്ന് ചോദിക്കണേ. കൺട്രിയിൽ യെസ് കേരള ആണെങ്കിൽ കേരള. ഓക്കെ, കേരള നമുക്ക് സെലക്ട് ചെയ്യാം. GST നമ്പർ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് 100 ആണ്. മിനിമം ഒരു 96 റുപ്യ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 100 രൂപക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് ഇതിനൊരു വാലറ്റ് ഉണ്ട് ഫേസ്ബുക്കിന്. അതിലോട്ട് നമുക്ക് എമൗണ്ട് ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് യൂസ്ഫുൾ ആയോ? ഇങ്ങനെയാണ് ഒരു ആദ്യം ഇനീഷ്യൽ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് പ്രോസസ്സിങ്ങിലാണ്. അപ്പൊ അതങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. QR കോഡ് വേണ്ട, ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴി ഇതിലോട്ട് എമൗണ്ട് ആഡ് ചെയ്ത് സെറ്റ് ആക്കാം. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ പരസ്യം സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പ്ലസ് ഐക്കൺ ഇവിടെ കാണും. ഇതെന്ത് ചെയ്യുക, ക്രിയേറ്റ് എ ക്യാമ്പയിൻ ഉണ്ട്. പുതിയൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കണ്ട എൻഗേജ്മെന്റ് ക്യാമ്പയിൻ. അപ്പോൾ ഇതൊക്കെ തെളിഞ്ഞു വരും. ഓക്കെ, ഇവിടെ സെയിൽസ് ആണെങ്കിൽ സെയിൽസ് അവയർനെസ് ആണ്, സെയിൽസ് ക്യാമ്പയിൻ എടുക്കുക. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൽ കാണിച്ച അതേ സാധനമായിട്ട് ഇവിടെയും കാണിക്കണേ. ഒന്നുമില്ല, അതിൽ മൊബൈൽ വെർഷൻ ആണെന്നേ ഉള്ളൂ മാറ്റം. ഓക്കെ, സെയിൽസ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യാം. ഇവിടെ പേര് മാറ്റാം, കണ്ട ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. സ്പെഷ്യൽ ആഡ് കാറ്റഗറി ആണ് സെയിൽസ്. അപ്പം ഇതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, ബഡ്ജറ്റ് ഇവിടെ നിങ്ങൾക്ക് ബഡ്ജറ്റ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് സെറ്റ് ലെവലിലെത്തി. നമ്മൾ ഡെസ്റ്റിനേഷൻ വാട്സപ്പ് ആണോ, ഈ ഫേസ്ബുക്ക് ആണോ, ഇൻസ്റ്റഗ്രാമിലായിട്ടാണോ ആളുകൾ കണ്ടിട്ട് വരേണ്ട നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉണ്ടോ, ഏതാണ് വേണ്ടതെന്നുള്ളത് വാട്സപ്പ് ആണ്. വാട്സപ്പ് ബിസിനസ്, ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കാം. എല്ലാത്തിലും വരണമെങ്കിൽ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. വെബ്സൈറ്റ് ആണെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാം. ഫേസ്ബുക്ക് പേജ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരുപാട് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പേജ് വെച്ചിട്ടാണ് ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നടക്കുന്ന ഓപ്ഷൻ ഉണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇവിടെ ഉണ്ടോ ഓഡിയൻസ് ഉണ്ട്. ഓഡിയൻസ് ഉണ്ട്, ഏജ് കാറ്റഗറി ഇവിടെ സെലക്ട് ചെയ്യാം. ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ, കേരള ആണെങ്കിൽ കേരള നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, എത്ര ആളുകളോട് എത്തിക്കാൻ പറ്റും. അതുപോലെ ഏജ് കാറ്റഗറി ഇന്ത്യയിൽ തന്നെ അഡ്വാൻറ്റേജ് പ്ലസ് കൊടുത്തു ഇവിടെ 18 മുതൽ 65 വരെ നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാം. ഓക്കെ, ആൾ ജെൻഡർ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അക്ക് സെറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ആഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ഫേസ്ബുക്ക് പേജിൽ ഇവിടെ ഇമേജ് ആണെങ്കിൽ ഇമേജ് കൊടുക്കാം. സെലക്ട് മോർ ഫോട്ടോസ്, നിങ്ങളെ ഫേസ്ബുക്ക് ഫോണിലാണെങ്കിൽ ഫോണിലത്തെ വീഡിയോസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഫേസ്ബുക്ക് പേജിലുള്ളതാണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പബ്ലിഷ് കൊടുക്കാം. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ ക്രിയേറ്റീവിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ടെക്സ്റ്റും ഇവിടെ എന്ത് ചെയ്യാം, പ്രൈമറി ടെക്സ്റ്റ് ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ChatGPT ഉണ്ടാക്കിയിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഹലോ, എന്നിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. ഇത്രയേ ഉള്ളൂ. ഫോണിലും നിങ്ങൾക്ക് ഇത് പോസിബിൾ ആണ്. ഹലോ, കിട്ടിയോ എങ്ങനെ ചെയ്യാന്നുള്ളത്? യെസ്, ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ക്യാമ്പയിൻ നിങ്ങൾക്ക് റൺ ചെയ്യാം എന്നുള്ളതാണ്. ചുരുങ്ങിയ സമയമുള്ളൂ, പെട്ടെന്നാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ പ്രാക്ടിക്കലി എല്ലാം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഈ ആഡ് റൺ ചെയ്തിട്ട് എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ആഡിനെ അനലൈസ് ചെയ്യാം, ആഡിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാകും, എത്ര കൺവേർഷൻ വരുന്നത്, എത്ര ആളുകൾ സെയിൽസ് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഈ ആഡിന്റെ പെർഫോമൻസ് എങ്ങനെ, എത്ര ആളുകൾക്ക് റീച്ച് ചെയ്യുന്നുണ്ട്, കാണുന്ന എല്ലാവരും വാങ്ങുന്നുണ്ട്, വാങ്ങുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രശ്നം, ഇതിൽ എന്ത് മാറ്റാണ് വരുത്തേണ്ടത്, ഇതൊക്കെ നമുക്ക് AI വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതിനും നമുക്ക് AI യൂസ് ചെയ്യാം. ഓക്കെ, അതിന് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു റൗണ്ട് സാധനം കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ റൺ ചെയ്യുന്ന പരസ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ ചേഞ്ചസ് വേണമെന്നുള്ളത് AI തന്നെ നമുക്ക് പറഞ്ഞുതരും. നമുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് തന്നെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്.
ഓരോ ക്യാമ്പയിനുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇവരെ തന്നെ നമുക്ക് എന്ത് ചെയ്യും പറഞ്ഞു തരും. അതനുസരിച്ച് നമുക്ക് നമ്മളെ പരസ്യങ്ങളിൽ മാറ്റം നമുക്ക് കൊണ്ടുവരാം. പുതിയ പോസ്റ്റേഴ്സ് വേണമെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹലോ, യൂസ്ഫുൾ ആയ ഇന്നത്തെ പ്രോഗ്രാം? ഹലോ, യെസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്യാം. ഹലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളിലോട്ട് നമ്മളെ പ്രൊഡക്റ്റ് നമ്മളെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും. നിങ്ങളുടെ ഫോണിലോട്ട് എൻക്വയറി വരും. ആളുകൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ വെക്കാൻ ഉണ്ടാവില്ല, ഇത്ര എൻക്വയറി നിങ്ങൾക്ക് വരും. ഹലോ, ഞാനൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഞാൻ ഫോണിൽ തന്നെ ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ നമ്മളെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കി തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഹലോ, യെസ്, കാണുന്നുണ്ടല്ലോ ഫോണ്? ആ, യെസ്, ഇവിടെ എ അക്കാദമി നമ്മുടെ സെലക്ട് ചെയ്തു. സോറി, നമ്മളൊരു ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ റൺ ചെയ്യുന്ന പ്രൊഡക്റ്റ്, നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് കാണാൻ പറ്റും നമ്മൾ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഇതേപോലെ പരസ്യം ചെയ്തു. ഈ പരസ്യം നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? മെസ്സേജ് കോൺവെർസേഷൻ സ്റ്റാർട്ടഡ്. എത്ര? 570 കാണുന്നുണ്ടോ? ഹലോ, 570 ആളുകളിലോട്ട് ഈ പരസ്യം, 31,000 ആളുകളിലോട്ട് ഈ പരസ്യം എത്തിച്ചു. അതിനെനിക്ക് ചെലവായ എമൗണ്ട് എത്രയാണ്? 1016. കാണുന്നുണ്ടോ അവിടെ? ഹലോ, ഫോണിൽ കാണുന്നുണ്ടോ? അല്ലേ, ഇവിടെ കാണുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. 1016 ആളുകളിലോട്ട് 1016 രൂപ ചെലവാക്കി 570 ആളുകൾ എനിക്ക് എന്ത് 31,000 ആളുകളിലോട്ട് ഈ പരസ്യം എത്തി. ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം, ഒരു കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യമാണ്, വീഡിയോ ആണ്. 31,000 ആളുകളിലോട്ട് എത്തി. അതിൽ നിന്ന് എനിക്ക് 570 ആളുകൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഹലോ, എത്ര ഞാൻ ചെലവാക്കിയത്? 1000 റുപ്യ. ഈ 570 ആളുകൾ വേണമെന്ന് പറഞ്ഞു. ഇതിൽ എനിക്ക് പേയ്മെന്റ് ചെയ്ത എത്ര ആളുകൾ? ഓക്കെ, എനിക്ക് എത്ര ആളുകൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചു എന്നുള്ളത് എന്ത് ചെയ്തു? ഞാൻ എൻ്റെ വാട്സപ്പിലോട്ടാണ് വന്നിട്ടുള്ളത്. വാട്സപ്പിൽ ഇവിടെ ഓർഡർ കൺഫേംഡ് കണ്ടോ, വീണ്ടും വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് പേയ്മെന്റ് തന്ന ആളുകളാണ്. ഇത്രയും ഓർഡേഴ്സ് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റി. അറൗണ്ട് 60-70 ആളുകൾ എന്ത് ചെയ്തു? എനിക്ക് ഈ പ്രൊഡക്റ്റ് എൻ്റെ നിന്ന് മേടിച്ചു. ഹലോ, ഇൻട്രസ്റ്റിംഗ് ആണോ? ഒരു പ്രൊഡക്റ്റും എനിക്ക് മാർജിൻ 100 രൂപയാണ്. ഓക്കെ, 100 രൂപ ഇൻറ്റു 60 ആളുകൾ എൻ്റെ അടുത്ത് നിന്ന് മേടിച്ചു. 570 ആളുകൾ എന്നോട് എൻക്വയറി ചെയ്തു. അതിൽ നിന്ന് 60 പേരാണ് മേടിച്ചിട്ടുള്ളത്. ഇനി വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഇനി ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മേടിക്കും. എനിക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുന്നത്? 100 രൂപയാണ് ഒരു പ്രൊഡക്റ്റ്. 60 ആളുകൾ മേടിച്ചാൽ എനിക്ക് 6000 രൂപ പ്രോഫിറ്റ് കിട്ടി, അല്ലേ? ഹലോ, കണക്ക് കറക്റ്റ് ആണോ? യെസ്, 60 ഇൻറ്റു 100 രൂപയാണ് മാർജിൻ കേട്ടോ. ഓക്കെ, 60 ആളുകൾ മേടിച്ചു കഴിഞ്ഞാൽ 570 ആളുകൾ മേടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 85,000 ഉണ്ടാവും. 6000 രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടി. ഹലോ, ഞാൻ മുടക്കിയ ചെലവ്, എനിക്ക് എത്ര എമൗണ്ട് ചെലവുള്ളത്? 1000 റുപ്യ. 1000 റുപ്യ മുടക്കിയിട്ട് എനിക്ക് 6000 റുപ്യ കിട്ടി. പ്രോഫിറ്റബിൾ ബിസിനസ് ആണോ? ഹലോ, എന്താ ഞാൻ ചെയ്തത്? എൻ്റെ വീട്ടിലിരുന്ന് ഒരു പരസ്യം ഉണ്ടാക്കി ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി എന്ത് ചെയ്തു? ഞാൻ പ്രൊഡക്റ്റ് വിറ്റു. എനിക്ക് കിട്ടിയത് 6000 റുപ്യ, ചെലവാക്കിയത് 1000 റുപ്യ, 5000 റുപ്യ പ്രോഫിറ്റ്. ഇതെത്ര എനിക്ക് സ്കെയിൽ ചെയ്യാം? നിങ്ങൾക്ക് 1000 മുടക്കി കൊടുത്തെങ്കിൽ 1 ലക്ഷം മുടക്കി കഴിഞ്ഞാൽ 6000 ഉള്ളത് 6 ലക്ഷം വരെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹലോ, ദിസ് ഈസ് ഇങ്ങനെ എനിക്ക് ഇൻകം ക്യാഷ് ഉണ്ടാക്കി പഠിപ്പിക്കുന്ന ഒരു രീതി സാമ്പിളാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങളുടെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വാട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതും AI വെച്ചിട്ടുണ്ട്. സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ കോഴ്സ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇതിലൂടെ എല്ലാ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഹലോ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? യെസ്, ആരെങ്കിലും ഒരു ഫീഡ്ബാക്ക്? ഒന്നും സെയിൽ ചെയ്യാൻ ഇല്ലാത്തവർ എങ്ങനെയാ? അതൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയാൽ പോരെ? പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കും. ആളുകൾക്ക് നമ്മൾ ജീവിക്കാം. നമ്മളെ വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട്, അല്ലേ ഹസീന മാഡം? എന്തെല്ലാം മേടിക്കുന്നുണ്ട്? ബ്രഷ് മേടിക്കുന്നില്ലേ? പാത്രം കഴുകാൻ അല്ല, വീട്ടിൽ എന്തെല്ലാം, ഇതൊക്കെ ആളുകൾക്ക് ആവശ്യമുള്ള സാധനമല്ലേ? ഇത് നമുക്ക് ഓൺലൈനിൽ വിൽക്കാം. നാട്ടിൽ ഇഷ്ടംമാതിരി പ്രൊഡക്റ്റുകളല്ലേ വിൽക്കാൻ? ഓൺലൈനായിട്ട് എത്ര പ്രൊഡക്റ്റ് ലഭ്യമല്ലേ വിൽക്കാൻ? പ്രൊഡക്റ്റ് നിങ്ങൾ കൈകൊണ്ട് തൊടുപോലും വേണ്ട കേട്ടോ. ഓക്കെ,
ഹലോ, നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണാത്ത, നിങ്ങൾ കൈകൊണ്ട് തൊടാത്ത പ്രൊഡക്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കസ്റ്റമറോട് എത്തിക്കാം. ഇതിനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഓൺലൈനിൽ ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റ് ഇത് ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, ആ മാനുഫാക്ചർ നിന്ന് ഡയറക്റ്റ് കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന രീതി. നിങ്ങൾ വാങ്ങണമെന്നില്ല, നിങ്ങളെ സ്റ്റോക്ക് എടുത്തേക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ മാർക്കറ്റിംഗിൽ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ദിസ് ഇസ് വാട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് അല്ലെങ്കിൽ റീസെല്ലിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇത് വീട്ടിലിരുന്നോണ്ട് ആർക്കും നിങ്ങളെ ഫ്രീ ടൈം 1-2 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഏൺ മിനിമം ഒരു 500 റുപ്യ. വീട്ടമ്മയാണെങ്കിൽ ഡെയിലി 500 റുപ്യ ഇട്ട് ഹാപ്പിയാണ്. ഒരു ഹൗസ് വൈഫ് ഇതിലുണ്ട് പറഞ്ഞു, നിങ്ങൾ ഹാപ്പി ആവോ? വീട്ടിലിരുന്നോണ്ട് 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിവൺ ക്യാൻ. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. ഹലോ, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാവും അല്ലേ? യെസ്, അത്രേ ഉള്ളൂ. ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇതിന്റെ റെക്കോർഡ് സെഷൻസ് കിട്ടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ വി ആർ പ്രൊവൈഡിങ് എ കോഴ്സ് ഫോർ ദാറ്റ്. നമ്മൾ എങ്ങനെയുണ്ട് എൻ്റെ പ്രസന്റേഷൻ? ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ടു ബി വെരി ഓണസ്റ്റ്, എത്ര പേർക്ക് മനസ്സിലായി? യെസ്, അഞ്ജു മാഡത്തിന് മനസ്സിലായിട്ടുണ്ട്. യെസ്, സുഫാൻ മാഡം, സുഫാൻ സർ, രജി സർ, ഗുഡ്. ഷംന, ഓക്കെ. ഹസീന, ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ കൈ പിടിച്ച് നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാക്കിയിട്ട് നമ്മളെ ക്ലാസ്സിൽ ത്രൂ ഔട്ട് നമ്മൾ വാട്സപ്പ് വഴിയും പഠിപ്പിക്കുന്നുണ്ട്, ലൈവായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ലൈവ് സെഷൻസിനും വാട്സപ്പ് വഴി നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് പഠിക്കാം. വാട്സപ്പിൽ ചോദ്യം ചോദിക്കും, ഇങ്ങനെ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലൈവായിട്ട് ഇതുപോലെ ആഴ്ചയിൽ 2 പ്രോഗ്രാംസ് ഉണ്ടാവും, അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ ജോയിൻ ചെയ്യാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കണം, ജോയിൻ ചെയ്യണം, അത് പഠിക്കണം. പേയ്മെന്റ് ഒന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹലോ, യെസ്. ഒരാൾക്കേ താല്പര്യമുള്ളൂ ഏണിങ്സ് ഉണ്ടാക്കാൻ? ഒരാൾക്കും ഇല്ലേ? യെസ്, അബ്ദുൽ സർ, അഞ്ജു ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, ചെയ്ത ആളുകളുണ്ട് ഇതിൽ ഓൾറെഡി. അഞ്ജു മാഡം ജോയിൻ ചെയ്ത, മുഹമ്മദ്. യെസ്, യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സിന്റെ റേറ്റിംഗ് ഒക്കെ അറിയാം. നമ്മൾ പലരും നമ്മളെ അസ്ന മാഡം കണക്ട് ചെയ്തിട്ടുണ്ടാവും, റേറ്റ് ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് നോർമലി നമ്മൾ 5000 രൂപയുടെ കോഴ്സ് 2500 രൂപ ഓഫറിലാണ് നമ്മൾ കൊടുക്കാറ്. ഹലോ, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പഠിക്കുന്ന സിസ്റ്റത്തിന് വാട്സപ്പിൽ നിങ്ങൾക്ക് വീഡിയോസ് അയച്ചു തരും. അതുപോലെ പോസ്റ്റർ ഉണ്ടാക്കാൻ പ്രാക്ടിക്കലാണ്. നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലൊക്കെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തൊരു സപ്പോർട്ട് ഞാൻ തരും. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് റെക്കോർഡ് സെഷൻസ് ഉണ്ട്, യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസ് ഉണ്ട്, എൻ്റെ വീഡിയോസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ നിങ്ങൾ നോക്കി കണ്ടു പഠിച്ച് വാട്സപ്പിൽ നിങ്ങൾ ചോദ്യം ചോദിച്ച് സംശയങ്ങൾ തീർത്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് ഉള്ളത്. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് കാണാം, ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ പഠിക്കാൻ 2500 രൂപയാണ് കോഴ്സിന്റെ റേറ്റ്. പക്ഷെ ഇന്ന് ജോയിൻ ചെയ്യാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഞാൻ അനൗൺസ് ചെയ്യാണ്. എൻ്റെ സെയിൽസ് ടീമിന് പോലും അറിയില്ല അത് എത്രയാന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അസ്റ്റാ മാഡം ഗ്രൂപ്പിൽ അതിന്റെ QR കോഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇന്ന് ഇപ്പോൾ ഒരു 8:35 ചെയ്യാൻ റെഡിയാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരികയാണ്. വെറും 1999, 1999 രൂപ, 500 രൂപ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്നിപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്കുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ്. നിങ്ങൾ 2000 റുപ്യ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി മിനിമം 500 ഉണ്ടാക്കാനുള്ള സ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കും. ദിസ് ഈസ് ട്രൂത്ത്. ഗ്രൂപ്പിൽ അതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, QR കോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് അടക്കാം, ജോയിൻ ചെയ്യാം. 2000 ലൈഫ് ടൈം 2000 ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പഠിക്കും. കുറച്ചും കൂടി കൂടുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ലൈവായിട്ട് നിങ്ങളെ കൂടെ മെൻറ്റർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണം. ആഴ്ചയിൽ 2 ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് 5000 റുപ്യാണ് നമ്മൾ സെഷൻസിന്റെ വില. 5000 റുപ്യ നിങ്ങൾ കൂടുതൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ വീക്കിലി 2 ലൈവ് സെഷൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് വേണത് 5000 റുപ്യാണ്. പക്ഷെ അതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വെറും 4000 റുപ്യക്ക് ഇപ്പം അവൈലബിൾ ആണ്. 1000 റുപ്യ ഡിസ്കൗണ്ട് ഉണ്ട് ഇന്ന് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഇല്ല, കുറച്ചുള്ള അഡ്വാൻസ് ബുക്കിംഗ് എമൗണ്ട് എന്ത് ചെയ്യാം, 1000 റുപ്യെങ്കിലും ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സീറ്റ് ബുക്ക് ചെയ്യാം. ബാക്കി ബാലൻസ് പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിലൂടെ ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല കേട്ടോ, ഗ്യാരണ്ടിയാണ്. QR കോഡ് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്തോളൂ മാഡം. വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട് അതിൽ? ഹലോ, യെസ്. ഞാൻ ഇവിടെ വാട്സപ്പിന്റെ നമ്പറിലോട്ട് ഗൂഗിൾ പേ ചെയ്താലും മതി. 7907564898. ഓക്കെ, ഇതിലോട്ട് ചെയ്താലും മതി. യെസ്,
ഒരിക്കലും നഷ്ടാവില്ല. ഇത് മണി ബാക്ക് ഗ്യാരണ്ടി പ്രോഗ്രാം. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടച്ച പൈസ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത്രയും കോൺഫിഡൻസാണ്. നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയിരിക്കും. 2000 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ 5000 ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ഡബിളും ത്രിബിളും 10 മടങ്ങ് ഉണ്ടാക്കി തരാനുള്ള പൊട്ടൻഷ്യൽ സ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവും. ലൈഫിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹലോ, നിങ്ങൾക്ക് വീട്ടിൽ നിന്നുകൊണ്ട് സമ്പാദിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരിക്കലും നഷ്ടാവില്ല. ഓക്കെ, കോഴ്സ് ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാമോ? കോഴ്സിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. യെസ്, ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. നമ്മളെ വെബ്സൈറ്റ് ആണ് കേട്ടോ. ഇവിടെ അക്കാദമി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മളെ കമ്പനിയുടെ വെബ്സൈറ്റിലോട്ടൊക്കെ പോകാൻ പറ്റും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന കോഴ്സ്, പേർഡ് മണി മേക്കിംഗ് മാസ്റ്റർ എന്നാണ് പറയുക. ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിൽ ആഡ് റൺ ചെയ്യുക. ഇപ്പം നമ്മൾ കാണിച്ച ചെറിയൊരു മെത്തേഡാണ്. ഇത് അഡ്വാൻസ് ലെവലിൽ എങ്ങനെ ചെയ്യാം, ഒന്ന് റിസൾട്ട് ഓറിയന്റഡ് എങ്ങനെ ഇത് പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് AI ഉപയോഗിച്ചിട്ട് എങ്ങനെ പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എങ്ങനെ AI വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട് അല്ലേ, ഫുള്ള് AI വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതെങ്ങനെ പഠിക്കാന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ AI ഉപയോഗിച്ച് എങ്ങനെ AI വോയിസ് ഓവറുകൾ, ഇപ്പം എൻ്റെ ശബ്ദത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അത് പഠിപ്പിക്കുന്നുണ്ട്. അവതാർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. വെച്ചിട്ട് എങ്ങനെ വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം. ആർക്കും പറ്റൂട്ടോ, വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും വേണം, നിങ്ങൾ പഠിക്കാനുള്ള ഒരു സമയം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, എങ്ങനെയാണ് നല്ല പ്രൊഡക്റ്റ് ഇല്ല കയ്യിൽ, ഏത് പ്രൊഡക്റ്റ് വിൽക്കും എന്നൊക്കെ ചോദിക്കുന്ന ആൾ എങ്ങനെ പ്രൊഡക്റ്റ് കണ്ടെത്താം, ആൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റ് ഏതാണ്, വീട്ടിൽ നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കണ്ടെത്താം, അത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പ് ഇന്നിപ്പോൾ ചെയ്തത് ഡ്രോപ്പ് ഷിപ്പിന്റെ ചെറിയൊരു മെത്തേഡാണ്. റീസെല്ലിംഗ് ബിസിനസ് എങ്ങനെ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി എങ്ങനെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം, ഇതെല്ലാം AI ഇന്റഗ്രേറ്റഡ് ആണ് കേട്ടോ. റീസെല്ലിംഗ് ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ആളുകളിലോട്ട് ഇത് പരസ്യം എത്തിച്ചിട്ട് എങ്ങനെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാം, നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെ ബിൽഡ് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം ഇത് ഓരോന്നും നിങ്ങൾക്ക് ഓരോ സ്കില്ലാണ്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വേറെ കൂടുതലൊന്നുമില്ല. ഇത് പഠിപ്പിച്ച് നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കി പഠിപ്പിച്ചു തരും. ഓക്കെ, ഇതിപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ മാത്രം പഠിച്ചാൽ തന്നെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനുള്ള ഒരു സ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട് അല്ലേ, ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. ഇവർക്കൊക്കെ ഓണാകുമ്പോൾ പോസ്റ്റേഴ്സ് വേണ്ടി വരുമല്ലോ, ഈദാകുമ്പോൾ പോസ്റ്റേഴ്സ് വേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് മിനിമം ഒരു പോസ്റ്ററിന് ഒരു 200 റുപ്യെങ്കിലും മേടിച്ചു കഴിഞ്ഞാലും 10 കസ്റ്റമേഴ്സ് ഒരു മാസം ഉണ്ടായി കഴിഞ്ഞാൽ 2000 റുപ്യ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ, 2 പോസ്റ്റർ ആണെങ്കിൽ 4000 റുപ്യ ഉണ്ടാക്കാം. ഹലോ, ഇതൊരു പൊട്ടൻഷ്യലാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതിൽ വീഡിയോ ഉണ്ടാക്കി പഠിപ്പിക്കും. ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ 3000 റുപ്യ വരെ ചാർജ് ചെയ്യാം. ഓക്കെ, അതൊരു സ്കില്ലാണ്. വെബ്സൈറ്റ് ഉണ്ടാക്കാൻ 5000, 20,000, 30,000 ഒക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് നിങ്ങളെ കമ്പനിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ സ്ഥാപനങ്ങൾക്ക്, വെബ്സൈറ്റ് ഇല്ലാത്ത സ്ഥാപനങ്ങളുണ്ടാവും, വെബ്സൈറ്റിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാം. കോഡിംഗ് നോളജ് വേണമെന്നില്ല, വെച്ചിട്ട് ഉണ്ടാക്കാം. ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് 5000, മിനിമം 5000 ചാർജ് ചെയ്യാം. സിമ്പിൾ വെബ്സൈറ്റിന് കൂടുതലാണെങ്കിൽ 5000, 30,000 വരെ ചാർജ് ചെയ്യാം. അങ്ങനെ ഒരു 10 കസ്റ്റമർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാസം 3 ലക്ഷം വരെ ഉണ്ടാക്കാൻ പറ്റും. ഹലോ, 30,000, 3 ലക്ഷം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊരു സ്കില്ലാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ചിലവുണ്ടാവും. മെയിൻ്റെനൻസ് ചാർജ് നമുക്ക് കൊടുക്കാം, സർവീസ് ആയിട്ട് കൊടുക്കാം. ലക്ഷങ്ങൾ നിങ്ങൾക്ക് ചിലവായി. അക്കാഡമിയിലൊക്കെ എത്രയും കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ 1 ലക്ഷം കൊടുക്കേണ്ടി വരും. ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇത് വെറും 2500 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അവസരമാണ്. ഓക്കെ, ഇതെല്ലാം പഠിപ്പിക്കുന്ന സ്ഥാപനം ഈ ലെവലിൽ പഠിപ്പിക്കുന്ന മണി ബാക്ക് ഗ്യാരണ്ടി കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ അടച്ച പൈസ മുഴുവൻ തിരിച്ചു തരും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഹലോ, ഇങ്ങനെ ഒരു അക്കാഡമി കേരളത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇവിടെ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജോലി കിട്ടുമെന്നല്ല, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരിക്കലും എന്താവില്ല, നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. ദാറ്റ്സ് മൈ ഗ്യാരണ്ടി. അപ്പം ഞാൻ ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ ക്ലാസ് വാട്സാപ്പ് വഴി നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ആണോ സെൻഡ് ചെയ്യുന്നത്? റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, യൂട്യൂബ് വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ കാണുക, വാച്ച് ചെയ്യുക. സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓരോ ടാസ്ക് തരും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. എങ്ങനെയാണ് പഠിക്കുന്നത്. ഓക്കെ,
എന്നിട്ട് കൂടുതലെങ്കിൽ ലൈവ് സെഷൻസ് വേണമെങ്കിൽ അഡീഷണൽ പേയ്മെന്റ് കഴിഞ്ഞാൽ ലൈവ് സെഷൻസും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ട് മനസ്സിലായില്ല, നിങ്ങൾക്ക് മാത്രമായിട്ടൊരു സെഷൻ വേണമെങ്കിൽ അതിന് ചെറിയൊരു എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, യെസ്, ഇതാർക്കും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം 8:45 വരെ സമയമുണ്ട്. ഗ്രൂപ്പിൽ QR കോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ എൻ്റെ വാട്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്ന ആളുകൾക്കാണ് ഇപ്പോഴത്തെ ഡിസ്കൗണ്ട് ഉള്ളത്. 2500 കോഴ്സ് 2000 ഇപ്പോൾ അവൈലബിൾ ആണ്. 5000 ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ 4000 അവൈലബിൾ ആണ്. ഇപ്പോൾ മാത്രമുള്ളതാണ്. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഓഫർ കിട്ടൂല. ഇപ്പം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമുള്ള ഓഫറാണ്. അപ്പോൾ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് വെർത്തായോ ഈ സെഷൻ? വെർത്തായോ? കോഴ്സും കാര്യങ്ങളൊക്കെ പോട്ടെ, നിങ്ങൾക്ക് വെർത്തായിട്ടുണ്ടോ? യെസ്. ഓക്കെ, താങ്ക് യു. എനിവേ, ഒരു ഓണസ്റ്റ് ഫീഡ്ബാക്ക് നിങ്ങൾ എല്ലാവരും അറിയിക്കാം. ഞാൻ ഗ്രൂപ്പിൽ ഒരു ഗൂഗിൾ റിവ്യൂൻ്റെ പേജ്, നമ്മളെ അക്കാഡമിയുടെ പേജ് ഉണ്ട്. എൻ്റെ റിവ്യൂ നിങ്ങളെല്ലാവരും ഓണസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക. ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യാം, ഞങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, എനിവേ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.